തൃക്കാക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനെ മാറ്റാൻ സാധ്യത. ബെന്നി ബെഹനാന് പകരം പി ടി തോമസിനെ പരിഗണിച്ചേക്കും രാഹുൽ ഗാന്ധിയുടെ ഇടപെടലെന്ന സൂചന. വിശദാംശങ്ങളുമായി MR സജേഷ് ചേരുന്നു. സജേഷ്, വിവാദങ്ങൾക്ക് ശേഷം ബെന്നി ബെഹനാന്റെ പേര് പ്രഖ്യാപനമായി വരുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യം പുനഃപരിശോധിക്കാനുള്ള സാധ്യതയാണോ വീണ്ടും കാണുന്നത്? പ്രജീഷ, 5 തർക്ക സീറ്റുകളിൽ ബെന്നി ബെഹനാനെ മാത്രം മാറ്റുക എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മാറുന്നത്. പി ടി തോമസിന്റെ പേരാണ് ഇവിടെ പരിഗണിക്കുന്നത്. നേരത്തെ എ ഗ്രൂപ്പിൽ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പി ടി തോമസിന്റെ പേര് VM സുധീരനായിരുന്നു സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നിർദ്ദേശിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് പി ടി തോമസിന്റെ പേര് വീണ്ടും പരിഗണിക്കുന്നതാണ് സൂചന. സോളാർ കേസിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ വീണ്ടും പുനഃപരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തമ്പാനൂർ രവിയുടെയും ബെന്നി ബെഹനാന്റെയും ശബ്ദരേഖകൾ നേരിട്ട് പുറത്തു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യം ഹൈക്കമാൻഡിനെ സുധീരൻ ആ ഘട്ടത്തിൽ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൂടി പരിഗണിച്ചാണ് തമ്പാനൂർ രവിക്ക് നിലവിൽ സീറ്റില്ല. ബെന്നി ബെഹനാന്റെ സീറ്റിന്റെ കാര്യത്തിൽ മാറ്റം വേണം. ഏതെങ്കിലും തരത്തിൽ സോളാർ കമ്മീഷനിൽ ഇരിക്കുന്ന കേസോ സരിത കൊടുത്തിട്ടുള്ള കേസുകളിലോ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു ചലനമുണ്ടായാൽ അത് ബെന്നി ബെഹനാന്റെ സീറ്റ് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ മുന്നണിക്ക് തിരിച്ചടിയാകും എന്ന തരത്തിലേക്ക് ആണ് കാര്യങ്ങൾ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത്. ഇതനുസരിച്ച് രാഹുൽ ഗാന്ധി ഇടപെട്ടതായാണ് സൂചന. മറ്റ് തർക്ക സീറ്റുകളിൽ മാറ്റമുണ്ടാകില്ല. ഉച്ചയ്ക്ക് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും. സജേഷ്, അവിടെ മുഖ്യമന്ത്രി എന്തായാലും തങ്ങളുടെ വിശ്വസ്തരെ വിട്ട് ബലി കൊടുക്കാൻ തയ്യാറാകില്ല എന്ന നിലപാട് ഹൈക്കമാൻഡുമായിട്ടുള്ള ചർച്ചകളിൽ സ്വീകരിച്ച ഒരു സാഹചര്യത്തിൽ ബെന്നി ബെഹനാന്റെ കാര്യത്തിൽ എത്രത്തോളം ഇങ്ങനെ ഒരു പുനഃപരിശോധന സാധ്യമാകും? പ്രജീഷ, ബെന്നി ബെഹനാന് പകരം പരിഗണിക്കുന്ന പി ടി തോമസും എ ഗ്രൂപ്പുകാരനാണ്. മുഖ്യമന്ത്രിയുടെ കൂടി അടുപ്പക്കാരനാണ്. മുഖ്യമന്ത്രി ബെന്നി ബെഹനാന്റെ പേരിന് പകരം പി ടി തോമസിന് വരുന്നതിനെ എതിർക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എ ഗ്രൂപ്പ് നേതാക്കളും അത്തരത്തിലൊരു നീക്കത്തെ തൽക്കാലം എതിർക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് വന്നു കഴിഞ്ഞതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ബെന്നി ബെഹനാന് പകരം പി ടി തോമസ് പരിഗണിക്കപ്പെട്ടേക്കും. പി ടി തോമസിന്റെ പേര് പരിഗണിക്കണമെന്ന ആവശ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടി ഉയർത്തിയ ശക്തമായ വെല്ലുവിളി ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡിനെ ആ രീതിയിൽ വെല്ലുവിളിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാക്കാതിരിക്കാൻ ഏറ്റവും ഒടുവിൽ വന്ന ഈ നിർദ്ദേശമെങ്കിലും അംഗീകരിക്കുക എന്നൊരു നിലപാട് കൂടി എ വിഭാഗത്തിനകത്തുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബെന്നി ബെഹനാന്റെ പകരം തൃക്കാക്കരയിൽ പി ടി തോമസ് മത്സരിച്ചേക്കാം. എന്നാൽ മറ്റ് തർക്ക സീറ്റുകളിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല. ഉച്ചയ്ക്ക് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുകയും ചെയ്യും. പ്രജീഷ്, അവിടെ സജേഷ് സൂചിപ്പിച്ചതുപോലെ വളരെ ബോധപൂർവമായ ഒരു മുൻവിധിയോടുള്ള ഒരു നിലപാട് എന്തായാലും സുധീരൻ സ്വീകരിക്കുകയായിരുന്നു. കാരണം എ ഗ്രൂപ്പിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ വ്യക്തിയുടെ പേര് പകരം നിർദ്ദേശിക്കുന്നു ഒരു പാനലിലേക്ക് വരുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ വ്യക്തമായി സുധീരൻ്റെ കൂടി ഇടപെടൽ അവിടെ വ്യക്തമാവുകയാണ്. പ്രജീഷ്, സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സ്ക്രീനിംഗ് കമ്മിറ്റികൾ ആരംഭിച്ച ഘട്ടത്തിൽ സുധീരൻ ഉയർത്തിയിട്ടുള്ള തന്ത്രമായിരുന്നു എ ഗ്രൂപ്പിലെയും ഐ ഗ്രൂപ്പിലെയും പ്രമുഖരെ കൂടി ഈ തർക്ക സീറ്റുകളിലേക്ക് പേര് നിർദ്ദേശിച്ചുകൊണ്ട് ഗ്രൂപ്പുകൾക്കകത്ത് ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നത്. ബെന്നി ബെഹനാന്റെ പേരിന് പകരം പി ടി തോമസിന്റെ പേര് നിർദ്ദേശിച്ചു. തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിനൊപ്പം ഐ ഗ്രൂപ്പുകാരനായ N വേണുഗോപാലിൻ്റെയും എ ഗ്രൂപ്പുകാരൻ തന്നെ ആയിട്ടുള്ള IB സാബുവിൻ്റെയും പേര് നിർദ്ദേശിച്ചു. കണ്ണൂരിലാണെങ്കിൽ KC ജോസഫിൻ്റെ, ഇരിക്കൂറിലാണെങ്കിൽ സതീശൻ പാച്ചേനിയുടെ പേര്, എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനും നിലവിൽ തള്ളാൻ കഴിയാത്ത തരത്തിലുള്ള പേരെന്ന നിലയിൽ സതീശൻ പാച്ചേനിയുടെ പേര് നിർദ്ദേശിച്ചു. സജീവ് ജോസഫിൻ്റെ പേര് നിർദ്ദേശിച്ചു. ഈ രീതിയിൽ ഗ്രൂപ്പുകൾക്കകത്ത് തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്ന തരത്തിൽ അതേ ഗ്രൂപ്പിലെ ആളുകൾ തന്നെ തർക്ക സീറ്റിൽ നിർദ്ദേശിച്ചുകൊണ്ട് സുധീരനായിരുന്നു ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ സമയത്ത് ഇത്തരത്തിലൊരു തന്ത്രത്തിന് തുടക്കമിട്ടത്. അത് പിന്നീട് ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിന് മുന്നിലെടുത്ത കടുത്ത നിലപാടിനെ തുടർന്ന് അത് വിജയിച്ചില്ല. എന്നാൽ തൃക്കാക്കരയിലെങ്കിലും ഇക്കാര്യത്തിൽ ഒരു മാറ്റം വേണമെന്ന് ഹൈക്കമാൻഡ് ആലോചിക്കുന്നു. രാഹുൽ ഗാന്ധിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ ഇടപെടുന്നത് എന്നാണ് സൂചന. ഇവിടെ സജയ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഹൈക്കമാൻഡിന് മുന്നിൽ മുഖ്യമന്ത്രി ഒരു കരടായി മാറുന്ന ഒരു സാഹചര്യം, ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു തലത്തിലേക്ക് മാധ്യമങ്ങളടക്കം വാർത്തകളടക്കം വരുന്നു. ഈ സാഹചര്യത്തിൽ എന്തായാലും ഒരു വിട്ടുവീഴ്ച ആ തരത്തിൽ മുഖ്യമന്ത്രി കൂടി സ്വീകരിക്കുകയാണ്.
പ്രജീഷ്, ദില്ലിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ മുഖ്യമന്ത്രി വെച്ച രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഒന്നുകിൽ ഹൈക്കമാൻഡ് ഈ 5 പേരെയും മാറ്റിക്കൊണ്ട് അവരുടെ സ്ഥാനാർത്ഥികളുമായി മുന്നോട്ട് പോവുക, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മത്സരത്തിനുണ്ടാകില്ല. അതല്ലെങ്കിൽ ഈ 5 സീറ്റിലും ഇതേ സ്ഥാനാർത്ഥികൾ തന്നെ വേണം, മത്സരത്തെ താൻ മുന്നിൽ നിന്ന് നയിക്കും. ഇതായിരുന്നു ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ച 2 വഴികൾ. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുള്ളതായി ഉമ്മൻചാണ്ടിക്കും എ ഗ്രൂപ്പ് നേതാക്കൾക്കും അറിയാം. എന്നാൽ തൽക്കാലം മുഖ്യമന്ത്രി ഇല്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന ഘടകകക്ഷികളുടെ കൂടി സമ്മർദ്ദവും എ ഗ്രൂപ്പിന്റെ കടുത്ത സമ്മർദ്ദത്തെയും തുടർന്ന് ഹൈക്കമാൻഡ് വഴങ്ങുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിനുള്ള അതൃപ്തി കൂടി ഈ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം അംഗീകരിക്കുന്നത് വഴി പരിഹരിക്കുക എന്ന ഉദ്ദേശം കൂടി മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബെന്നി ബെഹനാന്റെ കാര്യത്തിൽ ബെന്നി ബെഹനാൻ മാത്രം മാറ്റുന്ന കാര്യത്തിൽ വലിയ എതിർപ്പ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകില്ല എന്നാണ് സൂചന. പി.ടി. തോമസിന്റെ പേര് ആ സീറ്റിലേക്ക് പരിഗണിച്ചേക്കും. അപ്പോഴും സജേഷ്, കാരണം വിധേയനായ അല്ലെങ്കിൽ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബെന്നിയെ മാറ്റാൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കൂടി തയ്യാറാവുകയാണെങ്കിലും ബെന്നി ബെഹനാനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ വളരെ പരസ്യമായി നിയമതലത്തിൽ പോലും ആരോപണങ്ങൾ നേരിടുന്ന അടൂർ പ്രകാശ് ആയാലും അല്ലെങ്കിൽ കെ ബാബു ആയാലും ഈ 2 പേരും പട്ടികയിൽ വരുന്നു. അതുകൊണ്ട് തന്നെ യുക്തിയില്ലായ്മ പ്രകടമാവുകയല്ലേ? പ്രജീഷ്, ഇക്കാര്യത്തിൽ നേരത്തെ ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള കഴിഞ്ഞ ദിവസം എ ഗ്രൂപ്പ് യോഗത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മന്ത്രിസഭാ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം തനിക്കാണ്. കെ ബാബുവും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ മന്ത്രിമാരാണ്. മന്ത്രിസഭ എടുത്ത തീരുമാനമാണ് മദ്യനയത്തിൻ്റെ കാര്യത്തിലായാലും നിലവിലുണ്ടായിട്ടുള്ള ഏറ്റവും ഒടുവിലെ മന്ത്രിസഭാ യോഗങ്ങളുണ്ടായിട്ടുള്ള ഭൂമി പതിച്ചു കൊടുക്കൽ ഉത്തരവുകളായാലും അതെല്ലാം മന്ത്രിസഭ എടുത്ത തീരുമാനമാണ്. മന്ത്രിമാർ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിൻ്റെ പിറകെ പോയതിൻ്റെ ഉത്തരവാദിത്തം തനിക്കാണ്. എന്നാൽ ബെന്നി ബെഹനാൻ നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിയല്ല, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ കൂടിയാണ്. എന്നാൽ അതേ ഗ്രൂപ്പിൽപ്പെട്ട പി.ടി. തോമസിനെ പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രി വലിയ തോതിലുള്ള എതിർപ്പ് ഇക്കാര്യത്തിൽ ഉയർത്തില്ല എന്ന സൂചനയാണ് എ വിഭാഗം നേതാക്കളും നൽകുന്നത്. ബെന്നി ബെഹനാന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇടപെടുകയും പി.ടി. തോമസിന്റെ പേര്, എ ഗ്രൂപ്പുകാരൻ കൂടിയായ പി.ടി. തോമസിന്റെ പേര് ആ സീറ്റിലേക്ക് പരിഗണിക്കപ്പെടുകയും ചെയ്താൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പി.ടി. തോമസ് തൃക്കാക്കരയിൽ മത്സരിക്കുകയും ബെന്നി ബെഹനാൻ തൽക്കാലം മാറി നിൽക്കേണ്ടി വരികയും ചെയ്യും. സോളാർ കേസിൻ്റെ കൂടി സാഹചര്യം ഇതിന് പുറകിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തമ്പാനൂർ രവിയുടെയും ബെന്നി ബെഹനാന്റെയും ശബ്ദരേഖ സരിതയുമായി സംസാരിക്കുന്നത് പുറത്തു വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ രീതിയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കണമെന്ന് സരിതയോട് ആവശ്യപ്പെടുന്ന ശബ്ദരേഖകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അക്കാര്യം ആ ഘട്ടത്തിൽ തന്നെ ഹൈക്കമാൻഡ് ശ്രദ്ധയിൽ കേരളത്തിൽ നിന്നുള്ള വി.എം. സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ഇടപെടുന്നത്. ഉച്ചയ്ക്ക് സ്ഥാനാർത്ഥി പട്ടിക വരുമെന്ന സൂചനകളാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഈ തർക്ക സീറ്റുകളിൽ നിന്ന് ബെന്നി ബെഹനാന്റെ പേര് മാത്രം ഒഴിവാക്കപ്പെട്ടേക്കാം, മറ്റുള്ളവരെല്ലാം മത്സരിക്കും. അവിടെ അതായത് ഈ പറയുന്ന മന്ത്രിമാരുടെ അടക്കം ഉമ്മൻചാണ്ടി വാദിക്കുന്നത് പോലെ നിയമതലത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മെറിറ്റ് അവരുടെ ഭാഗത്തുനിന്നും അവർ നേരിടുന്നില്ല. മാത്രവുമല്ല, കൂട്ടുത്തരവാദിത്തത്തോടു കൂടി മന്ത്രിസഭ എടുക്കുന്ന തീരുമാനം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കാണ്. ആ ഒരു ആനുകൂല്യം മന്ത്രിമാർക്കടക്കം, അത് ആരോപണ വിധേയനായ അടൂർ പ്രകാശിനും കെ ബാബു അടക്കമുള്ളവർക്ക് മുഖ്യമന്ത്രി ആ ഒരു ആനുകൂല്യം നൽകുന്നു. അതേസമയം തമ്പാനൂർ രവി, ബെന്നി ബെഹനാൻ ഈ 2 പേരുമാണ് ഒരു പക്ഷേ പരസ്യമായ രേഖകൾ, ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ശബ്ദരേഖ സഹിതം പൊതുജന മധ്യത്തിലേക്ക് സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്നത്. ആ കാര്യങ്ങൾ ഹൈക്കമാൻഡിനു കൂടി ബോധ്യമുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു പക്ഷേ ഈ പറയുന്ന ബെന്നി ബെഹനാൻ തൻ്റെ വിശ്വസ്തനെ കൂടി, വിശ്വസ്തനായ ഒരാളെ ഒഴിവാക്കി അതേ ഗ്രൂപ്പിലുള്ള ഒരാളെ എന്തായാലും കൊണ്ടുവരാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെയാണോ ഒരു പക്ഷേ പൊതുവായി എ ഗ്രൂപ്പിലടക്കം ഒരു ധാരണയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യവും? പ്രജീഷ്, ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ വലിയ തോതിൽ അതിനോടുള്ള എതിർപ്പ് എ ഗ്രൂപ്പിൽ നിന്നുണ്ടാകില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് തന്നെ വലിയ തോതിലുള്ള വിട്ടുവീഴ്ച ചെയ്തതായിട്ടുള്ള ബോധ്യം എ ഗ്രൂപ്പിനകത്തുണ്ട്. എ ഗ്രൂപ്പിൻ്റെ സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങുകയുമായിരുന്നു. അതിലെ അതൃപ്തിയും ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായാൽ എ ഗ്രൂപ്പിൽ നിന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടാകില്ല. യെസ്, ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഫക്രുദ്ദീൻ, തൃക്കാക്കരയിൽ കുരുക്ക് ബെന്നി ബെഹനാന് മുറുകയാണ്. കാരണം പകരം പി.ടി. തോമസിനെ പകരം വെച്ച സുധീരൻ തന്നെ വെച്ച പാനലിൽ, അതും എ ഗ്രൂപ്പിലെ വ്യക്തിയായ പി.ടി. തോമസിനെ അവിടേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെ നോക്കുന്നു? കാരണം മുഖ്യമന്ത്രി തൻ്റെ വിശ്വസ്തനെ ബലി കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. പക്ഷേ പൊതുവെ പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഭാഗം നോക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ വിജയവും. എങ്ങനെ നോക്കി കാണാൻ കാര്യങ്ങളെ?
അല്ല, ഇത് രണ്ട് കാരണമാണ്. ഇപ്പൊ KC ജോസഫ് ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ കാര്യമാണെങ്കിലും ഒരു പ്രശ്നം, പിന്നെ ബെന്നി ബെഹന്നാന്റെ കാര്യമാണെങ്കിലും പ്രാദേശികമായ എതിർപ്പുണ്ടായിരുന്നു. ഇപ്പം KC ജോസഫിന്റെ കാര്യത്തിൽ വളരെ വിസിബിൾ ആയിരുന്നു, പോസ്റ്ററുകളൊക്കെ വന്നു. ബെന്നി ബെഹന്നാന്റെ കാര്യത്തിൽ എനിക്ക് അവിടുന്ന് എറണാകുളത്ത് കിട്ടിയൊരു വിവരം, സഭേന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയൊരു വിവരം അനുസരിച്ചിട്ട് സഭയ്ക്ക് താല്പര്യമില്ല ഇത്തവണ അദ്ദേഹം മത്സരിക്കുന്നത്. കാരണം ഇനി മത്സരിക്കില്ല എന്ന് അദ്ദേഹം സഭയ്ക്ക് ഉറപ്പ് കൊടുത്തായിരുന്നു. പക്ഷേ അദ്ദേഹം അത് പാലിച്ചിട്ടില്ല. ഇത് ഒരു ഘടകമാണ്. ഇത് അവിടെ ഉണ്ട്. ഇത് അധികം ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ ഇലക്ഷന്റെ മുമ്പേ മതമേലുദ്ദേശന്മാരെ പോലെ കാണാൻ ശ്രമിച്ച സമയത്ത് ഒരു ചിത്രം അറിയാൻ വേണ്ടി കാണാൻ ശ്രമിച്ച സമയത്ത് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ബെന്നി ബെഹന്നാൻ ഇപ്പം കൈ ഒഴിയുക എന്നുള്ളത് സരിത കേസ് ഉൾപ്പെടെയുള്ള കാര്യമായി ഉള്ള പ്രശ്നങ്ങൾ മുമ്പ് ഡിഫെൻസീവ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൈ ഒഴിയാതെ നിന്നിരുന്നത്. എന്നാൽ ഇന്നലത്തെ വെളിപ്പെടുത്തലെല്ലാം കൂടി വന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വീക്കൻ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഉമ്മൻചാണ്ടിയെ താല്പര്യമുള്ളതുകൊണ്ടല്ല രാഹുൽ ഗാന്ധിയോ ഹൈക്കമാൻഡോ ഒന്നും തന്നെ ഉമ്മൻചാണ്ടിയുടെ പാനല് അങ്ങനെ തന്നെ അംഗീകരിച്ചത്. മറിച്ച് ഉമ്മൻചാണ്ടി ഡിസാസ്റ്റർസ് ആണ്, സൂയിസൈഡിങ് ബാഗാണ്. അപ്പം അദ്ദേഹത്തെ പിണക്കി കഴിഞ്ഞ സ്വാഭാവികമായിട്ട് അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ് നിലംപരിശാകുകയും അതല്ലെങ്കിൽ അദ്ദേഹം പണ്ട് മുരളി ഉണ്ടാക്കാൻ ശ്രമിച്ച പോലെ സക്സസ്ഫുൾ ആയിട്ട് തൃണമൂൽ ഉണ്ടാക്കിക്കൊണ്ട് BJPയുടെ കൂടെ പോകാനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഈ നിലവിലുള്ള സാഹചര്യം ഇന്നലത്തെ നിങ്ങളെ വെളിപ്പെടുത്തലിനൊക്കെ ശേഷം ഒന്ന് വീക്കൻ ചെയ്ത ഒരു ഘട്ടത്തില് ആ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുഖം രക്ഷിക്കാൻ ഹൈക്കമാൻഡും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ജയിപ്പിക്കുന്ന ഘടകങ്ങളുണ്ടല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ടത് കത്തോലിക് സഭകളാണ്, പിന്നെ NSS. അതിൽ ഈ സഭയുടെ കൂടി താല്പര്യം സംരക്ഷിച്ചുകൊണ്ടെടുത്ത ഒരു മാത്രമല്ല ശ്രീ ഫക്രുദ്ദീൻ, പൂർണ്ണമായും ഹൈക്കമാൻഡിന് എതിരെ നിൽക്കുന്ന വിലങ്ങുതടിയാകേണ്ടതില്ല. ചില വിട്ടുവീഴ്ച, ചെറിയൊരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ മാത്രമല്ല, വിട്ടുവീഴ്ച ചെയ്താൽ കൂടി നഷ്ടം സംഭവിക്കുന്നില്ല. A ഗ്രൂപ്പിലെ അതേ വ്യക്തിയെ തന്നെ മറ്റൊരു വിശ്വസ്തനെ അല്ലെങ്കിൽ മറ്റൊരു അടുപ്പക്കാരനെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കാൻ കഴിയുന്നു. ആ ഒരു നിലപാടൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കുമോ എന്തായാലും ഇത്തരത്തിൽ തൻ്റെ ഒരു വിശ്വസ്തനെ വിട്ടുകൊടുത്തുകൊണ്ട് അതേ ഗ്രൂപ്പിലെ മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ ഒരു പക്ഷേ ഉമ്മൻചാണ്ടി പോലും തയ്യാറാകുന്നത് A ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ധാരണയിലേക്ക് വരുന്നത്? അതെ, അത് ഒരു ഘടകമാണ്. പക്ഷെ പ്രതീഷിന് പകരമാവില്ലല്ലോ പ്രദീപ്. പ്രതീഷിന്റെ സ്റ്റാച്ചർ ഉണ്ട്. അപ്പം പ്രതീഷിന് പകരമല്ല, പ്രതീഷ് നമുക്ക് വേണ്ടത് പ്രതീഷ് തന്നെ വേണം. പ്രതീഷിനെ മാറ്റി പ്രദീപിനെ പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ നിലപാട് വീക്കൻ ചെയ്തതിന്റെ ഫലമാണ്. എന്നാൽ അതേസമയം തന്നെ വലിയ തിരിച്ചടി ഇല്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുകയും ചെയ്യാൻ കഴിയും. തത്വത്തിൽ ഇത് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഇൻവിൻസിബിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്രമാദിത്യമൊക്കെ കൽപ്പിച്ചിരുന്ന അജയൻ എന്ന് തോന്നിച്ചത് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നോട്ട് പോക്കാണ്. എന്നാൽ വലിയ തട്ടുകേടുമില്ല. തട്ടുകേട് അധികം പറ്റാത്ത കോൺഗ്രസിനാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഉമ്മൻചാണ്ടി ചെറുതായിട്ട് വലിയ ക്ഷീണമില്ലാതെ തന്നെ ഉമ്മൻചാണ്ടി ഒന്ന് പിന്നോട്ട് നിൽക്കേണ്ടി വരുമ്പോൾ ഹൈക്കമാൻഡും സുധീരനും കുറച്ച് മുന്നോട്ട് വരാൻ പോകുന്നു. എല്ലാവർക്കും മോഹൻ രക്ഷിക്കാൻ പറ്റുന്നു. സഭയുടെ താല്പര്യം സംരക്ഷിച്ച് പ്രതീതി ഉണ്ടാക്കുന്നു. ഈ കാര്യം ജോസഫിന്റെ കാര്യത്തിൽ എടുത്താൽ കൊള്ളാം അല്ലേ? ചിലപ്പോൾ ഇത്തവണ അത് നിരിക്കൂ സീറ്റ് അവർക്ക് നഷ്ടപ്പെടും. മാത്രമല്ല ശ്രീ ഫക്രുദ്ദീൻ, എന്തൊക്കെ പറഞ്ഞാലും ആരോപണമാണ് മാനദണ്ഡമെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന ബെന്നി ബെഹ്നാനേക്കാൾ കൂടുതൽ ആരോപണം നേരിടുകയും അത് നിയമതലത്തിൽ ഒരു പക്ഷേ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പരിശോധിക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന മന്ത്രിമാരടക്കമുണ്ട് മന്ത്രിസഭയിൽ. ഈ പറയുന്ന അടൂർ പ്രകാശാലം അല്ലെങ്കിൽ കെ ബാബു അടക്കമുള്ളവർ. അങ്ങനെ ഒരു ആരോപണത്തിൻ്റെ മാനദണ്ഡമാണ് ബെന്നി ബെഹ്നാനെതിരെ സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ യുക്തിരാഹിത്യം നിലനിൽക്കുകയല്ലേ? നമുക്ക് സേഫ് ആയിട്ടുള്ള ചില എന്താ പറയുക സ്കേപ്പ് ഗോട്ടുകൾ വേണം. സുരക്ഷിതമായിട്ടുള്ള ചില ബലിയാടുകൾ വേണം. ഇപ്പം ബാബുവിനെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബാബു ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ബാബു പൊതുവെ സാമുദായിക സമവാക്യം വെച്ച് നോക്കുമ്പോൾ അവിടെ പറ്റിയ സ്ഥാനാർത്ഥിയാണ്. ബാബുവിനെ അവിടെ മാറ്റിക്കഴിഞ്ഞാൽ ആ മണ്ഡലം സ്വരാജ് സുഖമായിട്ട് ജയിക്കും. അതുപോലെ തന്നെയാണ് അടൂർ പ്രകാശിന്റെ കാര്യം. അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. മാത്രമല്ല അടൂർ പ്രകാശിന് എന്ന് വെച്ചാൽ ഇത്തരം കാര്യം നേരിട്ട് ബന്ധപ്പെട്ട ഒരാളുമാണ്. അപ്പൊ അടൂർ പ്രകാശിനെയും ബാബുവിനൊക്കെ മാറ്റുമ്പോൾ എന്ന് വെച്ചാൽ നേരിട്ട് മുഖ്യമന്ത്രിയെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം വരും. ഇപ്പൊ ബെന്നി ബെഹന്നാന്റെ കാര്യത്തിൽ ബെന്നി ബെഹന്നാൻ സരിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണമുള്ളൂ. അത്ര ഗുരുതരമായിട്ടുള്ള ആരോപണം വ്യക്തമാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജയശങ്കർ, കഴിഞ്ഞ ദിവസം വന്ന സരിതയുടെ ലെറ്റർ, അതിൻ്റെ പുതിയ സാഹചര്യങ്ങളെല്ലാം താങ്കൾക്ക് ബോധ്യമുണ്ടല്ലോ. ഈ ഘടകങ്ങളൊക്കെ മനസ്സിലാക്കി പുറത്തു വരുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ഇന്നിപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ബെന്നി ബെഹ്നാനെ മാറ്റിക്കൊണ്ട് ഒരു ഇടപെടൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും വരുന്നത്. സ്വാഭാവികമായും ഇന്നലത്തെ സാഹചര്യങ്ങളെ കൂടിയൊക്കെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു ഘടകമാണോ ഇന്നിപ്പോൾ പുതുതായി വരുന്നത്? അല്ല, ഇവിടെ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനകത്ത് നടന്ന എല്ലാവിധ അധോലോക ആഭിചാര പ്രവർത്തനങ്ങളുടെയും മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞ ആള് ബെന്നി ബെഹ്നാനാണ്. കെ ബാബുവോ അടൂർ പ്രകാശോ വഹിച്ചേക്കാൾ വലിയ പങ്ക് ഈ സർക്കാരിന്റെ പ്രതിച്ഛായ
ദോഷമാക്കുന്നതിൽ ബെന്നി ബെഹനാൻ വഹിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ വലങ്കൈയായിട്ട് നിന്ന് ഈ നാട്ടിലെ സകലവിധ വഞ്ചനകളുടെയും തട്ടിപ്പുകളുടെയും കൂടോത്രത്തിന്റെയും ഒക്കെ മേൽനോട്ടം വഹിച്ചത്, അല്ലെങ്കിൽ അതിന് മുൻകൈയായി നിന്ന് പ്രവർത്തിച്ചത്, അതിന്റെ അച്ചാണിയായിട്ട് നിന്ന് പ്രവർത്തിച്ച ആള് ബെന്നി ബെഹനാനാണ്. ഈ 5 പേരിൽ ഒരാളല്ല അദ്ദേഹം, ഒന്നാമത്തെ ആൾ അദ്ദേഹമാണ്. അല്ലെങ്കിൽ മറ്റേത് മാനദണ്ഡമാണ് അദ്ദേഹത്തിന് ബാധകമായിട്ട് വരിക? അദ്ദേഹം മന്ത്രിയായിരുന്നില്ല, കളങ്കിതനായിട്ട് പറയപ്പെട്ടിട്ടില്ല. പിന്നെ അദ്ദേഹം ആദ്യത്തെ തവണ ജയിച്ച ആളാണ്. തൃക്കാക്കരയിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് ജയിച്ചത്. പണ്ട് വളരെ പണ്ട് അദ്ദേഹം പിറവത്ത് നിന്ന് ഒരിക്കൽ ജയിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്, 1982. വളരെ കാലത്തിന് ശേഷം അദ്ദേഹം ജയിച്ചില്ല. അത് 4 തവണ 5 തവണ ജയിച്ച ആളല്ല അദ്ദേഹം. ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 6ാം തവണ മത്സരിക്കുന്നു, ഒരു കുഴപ്പമില്ല. അങ്ങനെയല്ലല്ലോ. തിരുവഞ്ചൂരിന്റെ പ്രതിച്ഛായ അല്ല ഇന്ന് ബെന്നി ബെഹനാനുള്ളത്. ബെന്നി ബെഹനാൻ എന്ന് വെച്ചാൽ ഒരു വലിയ അധോലോക നായകനാണ്. മുഖ്യമന്ത്രിയുടെ പുറകിൽ നിന്ന് സകലവിധ വൃത്തികേടുകളും ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തെ മാറ്റണ്ടേ? കെ ബാബു, അടൂർ പ്രകാശൊന്നും അത്ര വലിയ കുലിശിത പ്രവൃത്തി നടത്തിയിട്ടില്ല. ഒരു മന്ത്രിമാരെന്നുള്ള നിലയ്ക്ക് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അഴിമതികൾ നടത്തി, അല്ലെങ്കിൽ തട്ടിപ്പുകൾ നടത്തി, വേറെ ആൾക്കാർക്ക് ഒത്താശകൾ ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം നടത്തിയിട്ടുള്ള പോലെ ഒരു വലിയ കുൽസിത പ്രവൃത്തി സത്യത്തിൽ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു MLA ഒരു കാലത്തും ചെയ്തിട്ടില്ലാത്തതാണ്. അപ്പൊ അദ്ദേഹത്തെ മാറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ധാർമ്മികതയുള്ളത്, എന്ത് രാഷ്ട്രീയ സദാചാരമുള്ളത്? ശ്രീ ജയശങ്കർ, ഈ ഇടപെടൽ ഇന്നുണ്ടായിരിക്കുന്ന ഇടപെടൽ, കാരണം മുഖ്യമന്ത്രി വിശ്വസ്തർക്ക് വേണ്ടി അവസാന നിമിഷം വരെയും വാദിക്കുകയും ഒരുപക്ഷെ പാർട്ടിയെ വേണമെങ്കിൽ പിളർത്തി ആ രീതിയിലേക്ക് കൊണ്ടുപോകാമെന്ന വജ്രായുധം വരെ എടുത്ത സാഹചര്യം ഇന്നിപ്പോൾ വിശ്വസ്തരിൽ ഒരാളെ ഒരുപക്ഷെ മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വ്യക്തമായും ഹൈക്കമാൻഡിന്റെ ഇടപെടൽ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. രാഹുൽ ഗാന്ധി നേരിട്ടുള്ള ഇടപെടൽ. അതെ, ഒരാളെങ്കിലും മാറ്റിയില്ലെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധി AICC വൈസ് പ്രസിഡന്റ് ആണ്, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമാനാണെന്ന് പറഞ്ഞ് മീശ വെച്ച് നടക്കുന്നതിൽ, അദ്ദേഹത്തിന് മീശയില്ല, ക്ലീൻ ഷേവ് ആണെങ്കിൽ പോലും അങ്ങനെ നടക്കുന്നതിൽ പിന്നെ ഒരു അർത്ഥമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധിയുടെ പേര് ഗസറ്റിൽ കൊടുത്ത് മാറ്റേണ്ടി വരും, വേറെ എന്തെങ്കിലും പേര് കൊണ്ടുവരും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേ പിന്നെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? വേറെ ഒരു ബെന്നി ബെഹനാനെ തൃക്കാക്കരയിൽ നിന്ന് മാറ്റി PT തോമസിന് സീറ്റ് കൊടുക്കാൻ കഴിവില്ലാത്ത പോലെ അത്രയും എന്താണ് നിർഗുണനാണ്, അല്ലെങ്കിൽ അത്രയും ബലഹീനനാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് എന്ത് വിലയുള്ള ഈ രാജ്യത്ത്? അങ്ങനെ പിന്നെ അദ്ദേഹം ഈ പണി ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലും വികസന ധ്യാനത്തിന് തായ്ലൻഡിലേക്കോ ചൈനയിലേക്കോ വല്ലയിടത്തേക്ക് പോകുകയല്ലേ നല്ലത്? വളരെ നന്ദി ശ്രീ ജയശങ്കർ പ്രതികരിച്ചതിനൊപ്പം തന്നെ ശ്രീ ഫക്രുദ്ദീൻ അലി. തൃക്കാക്കര കുരുക്കിലേക്ക് പോകുന്നു. ബെന്നി ബെഹനാനെ മാറ്റണമെന്ന് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി വിശ്വസ്തനായ ബെന്നി ബെഹനാനെ മാറ്റി A ഗ്രൂപ്പിലെ തന്നെ PT തോമസിനെ ഈ സ്ഥാനത്തേക്ക് തൃക്കാക്കരയിലേക്ക് പരിഗണിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ലഭിക്കുന്നത്.